ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നും നമുക്കൊരു റമദാൻ മാസത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ്. അപ്പോൾ റമദാൻ സ്പെഷ്യലാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പാനീയമാണ്. നമ്മൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ ആ സമയത്ത് കുടിക്കാൻ പറ്റിയൊരു പാനീയം. സാധാരണയായിട്ട് നമ്മൾ ചില സ്പെഷ്യൽ കടകളൊക്കെ ഉണ്ട്, ഈ സർബത്തൊക്കെ ഭയങ്കര നല്ല സർബത്തൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ടൈപ്പ് സർബത്താണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അതല്ല. ഇത് വ്യത്യസ്തമാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് സർബത്ത്, പാൽ സർബത്ത്. ഇതിനൊരു 1/2 ലിറ്റർ പാൽ വേണം. ഞാൻ എല്ലാം എടുത്ത് വെച്ചിരിക്കാം കേട്ടോ. 1/2 ലിറ്റർ പാല്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത്, 2 or 3 ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ബദാം ഒരു 2 ടേബിൾ സ്പൂൺ എന്ന് പറയും, ഏകദേശം ഒരു 15 ബദാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു 10-20 എണ്ണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പരിപാടി ഇത് കുതിരാനായിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്തതാണ്. ഇനി ഞാൻ 2 കാര്യങ്ങൾ ചെയ്യാണ്. ഒരടുപ്പ് കത്തിച്ചിട്ട് അതിൽ ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് ബദാം ആ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പെട്ടെന്ന് എടുക്കാം. അപ്പോൾ തൊലി ഇളക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പുറത്തെ അടുപ്പിലും കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. അത് നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചൗവരി, ഒരു 2 ടേബിൾ സ്പൂൺ ചൗവരിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ ചൗവരിയെ ഒന്ന് വറുക്കുക. അപ്പോൾ അതിന് ഇപ്പുറത്ത് അടുപ്പ് കത്തിക്കാം. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ 3 അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോ ചൗവരി, 2 ടേബിൾ സ്പൂൺ ചൗവരി വറുക്കുക. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. ഇവിടുത്തെ വെള്ളം തിളച്ചു. അപ്പോൾ ബദാമിൻ്റെ പീസസ്, ഇത് കുതിർന്ന ബദാമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുന്നു. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഓക്കെ, അത്ര ആവശ്യമുള്ളൂ. ആ ചൂടുവെള്ളത്തിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് തൊലി മാറിക്കിട്ടും. ഇതെല്ലാം നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന സാധനമാണ്. നമ്മുടെ വീട്ടിൽ കാണും ചിലപ്പോൾ. എന്താ വെച്ചാൽ പായസത്തിലൊക്കെ ചേർക്കില്ലേ പലപ്പോഴും. ഞാൻ കുറവാണ് പക്ഷേ പായസങ്ങളിൽ ചൗവരി ചേർക്കുന്നത്. പക്ഷെ ജനറലി എല്ലാ ആൾക്കാരും ചേർക്കുന്ന കാര്യമാണ്. ഈ ചൗവരി നല്ലതല്ലേ. ചൗവരി ഉണ്ടാക്കുന്ന പിന്നെ കപ്പ, അതായത് മരിച്ചീനിയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ് കേട്ടോ. ആ മരിച്ചീനിയുടെ സ്റ്റാർച്ചിൽ നിന്നാണ് ഈ സാഗോ ഉണ്ടാക്കുന്നത്. ടാപ്പിയോക്ക അതിൻ്റെ സ്റ്റാർച്ചിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് ശരിക്കും തായ്ലൻഡുകാർക്കൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. സാഗോ കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഈ ചൗവരി കൊണ്ട്. ശ്രീലങ്കയിലും അതെ. ഈ ചൗവരി തന്നെ ഇങ്ങനെ ചെറുത്, ഇതിനെക്കാട്ടിലും ചെറിയ മുത്ത് പോലെ ഇരിക്കുന്നു. ഇതിലും ചെറുത് ഫൈനായിട്ടിരിക്കുന്ന ചൗവരിയുണ്ട്. അത് ശ്രീലങ്കയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ടിന് പോയ സമയത്താണ്. ഫ്ലേവേഴ്സ് ഓഫ് ശ്രീലങ്ക കൊളംബോ, അവിടെ പോയപ്പോൾ ഒരു പാർക്കിൽ പോയപ്പോൾ അവിടെ രാവിലെ കഞ്ഞി, ഇങ്ങനെ ചൂട് കഞ്ഞി, ഒരു ഗ്ലാസ്സിന് 10 രൂപയേ ഉള്ളൂ, നമ്മുടെ 10 രൂപയേ ഉള്ളൂ. അപ്പോൾ അത് ഇതായിരുന്നു സാഗോ കഞ്ഞിയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആ സാധനം ആ കഴിച്ചിട്ട് ആ ടേസ്റ്റ് കൊണ്ട്, അതിൻ്റെ തന്നെ മധുരത്തിൻ്റെ വേർഷനുമുണ്ട്, ഉപ്പിട്ടതുമുണ്ട്. ആ ഒരു കാര്യം ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്തു മാജിക് അവനിൽ ഒരു പ്രാവശ്യം. ആ സെയിം ചൗവരി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നു. ഇതിപ്പോൾ ഏത് ചൗവരിയായാലും മതി കേട്ടോ, കുഴപ്പമില്ല. ചൗവരി ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ നേരെ തിളച്ച വെള്ളത്തിലേക്കാണ് ഇടേണ്ടത്. ഇത് വറുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെയും ഭയങ്കര സ്ലൈമി ആകാതിരിക്കാനാണ്. ചൗവരിക്കൊരു പശയുണ്ടല്ലോ, അത് കുറച്ച് കുറഞ്ഞു കിട്ടും ഈ രീതിയിൽ ചെയ്താൽ. ഓക്കെ, ആവശ്യത്തിന് മുത്ത് കഴിഞ്ഞു. ഏതാണ്ടൊരു 5 മിനിറ്റ് കൂടുതൽ ഞാൻ വറുത്ത് കഴിഞ്ഞു. ഇനി ഇത് വേകട്ടെ. അപ്പോൾ വെന്ത് കഴിഞ്ഞാലും ജോലിയുണ്ട്. നമ്മുടെ ചൗവരി വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇച്ചിരി ഒന്ന് തണുക്കാൻ വെച്ചിട്ട് നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇവിടെ 2 കാര്യങ്ങളും അരയ്ക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ്? അണ്ടിപ്പരിപ്പ് അരയ്ക്കണം, പിന്നെ ബദാം. കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു, ചൂടുവെള്ളം മാറ്റി, എന്നിട്ട് ഇങ്ങനെ തൊട്ടാൽ മതി. അപ്പോഴത്തേക്ക് ഇളകി വരും. എളുപ്പത്തിൽ സ്കിൻ കളയാനുള്ള മാർഗ്ഗം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് അരയ്ക്കണം. പാല് റെഡിയാണ്. ഓരോ കാര്യം അങ്ങനെ നമ്മളുടെ ചൗവരി നന്നായിട്ട് വെന്ത വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. ഇത് ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. നമ്മളിനി അണ്ടിപ്പരിപ്പും ബദാമും അരയ്ക്കാൻ പോകും. അരയ്ക്കാനായിട്ട് ആവശ്യത്തിന് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. 1/2 ലിറ്റർ പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്പം പാലൊഴിക്കാം.
നല്ല പേസ്റ്റായി. ഇനി ഞാൻ ചെയ്യാൻ പോകണം നോക്കിക്കോളൂ. അത് ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോകും. ഇനി ചവരിയും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഈ സെയിം ബൗളിൽ ഞാൻ കഴുകുന്നൊന്നുമില്ല, സെയിം ബൗൾ. അതിനും കുറച്ച് പാലൊഴിക്കും. അതും ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ചവരി അരച്ചതും ഞാനിതിന് ഉള്ളിലേക്ക് നമ്മൾ അരച്ച് വെച്ച കാഷ്യൂ ബദാം പേസ്റ്റിൻ്റെ കൂടെ ചേർക്കും. ഇതിനകത്ത് വീണ്ടും കുറച്ച് പാലൊക്കെ ചേർത്ത് എല്ലാം ഒന്ന് കലക്കി വെക്കാം. ഇനി ഞാൻ ബാക്കിയിരിക്കുന്ന പാലും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് 1/2 ലിറ്റർ, 1/2 ലിറ്റർ പാൽ. ഇനി ഞാൻ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ പോകുന്നു. ചവരിയുടെ സ്റ്റാർച്ച് കംപ്ലീറ്റ് അകത്തേക്ക് പോയിട്ടുണ്ട്. ഒരു അല്പം പോലും ബാക്കി വരാത്ത രീതിയിൽ ഇങ്ങനെ ഞാൻ ഈ അരിപ്പയിലൂടെ ഇങ്ങനെ തേച്ച് വിടുക. ഇനി നമ്മൾക്ക് നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് കുറുകി വരും. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടാണ് ഇനി അത് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്, തിളപ്പിക്കണം. അതിന് മുന്നേ ഞാൻ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ടു മെനി തിങ്സ്. നന്നായിട്ട് ഇളക്കി ഒന്ന് ചെറിയതായിട്ടൊന്ന്. ഇത് ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഒരു പാനീയമല്ല, നമുക്കിങ്ങനെ കുടിക്കാനുള്ളതാണ്. പക്ഷേ എന്താ പറയണ്ട, നമ്മളൊരു റോസ് മിൽക്കൊക്കെ കുടിക്കുന്ന പോലെയൊക്കെ, അല്ലെങ്കിൽ ബദാം മിൽക്കൊക്കെ കുടിക്കുന്ന പോലെ അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കും. ഇനി ഒന്ന് തിളക്കട്ടെ. ഇതിനകത്ത് ഒരു കാര്യം കൂടി ചേർക്കണം, ഏലക്ക. ഏലക്ക പൊടിയായിട്ട് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് 2-3 ഏലക്കയും കൂടി ഇട്ട് ചേർക്കാം. ഇതിപ്പോൾ കുറച്ച്. അപ്പോൾ ഏലക്കയുടെ പൊടി വലിയൊരു നുള്ള്. ഇനി മധുരം ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ മധുരം കൂടി ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. അതിൽ കൂടുതൽ വേണമെങ്കിൽ ആകാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന് അങ്ങനെ ഒരുപാട് മധുരം വേണ്ട. 3 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ മതിയാകും. അങ്ങനെ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരത്തെ വേണമെങ്കിലും ചെയ്യാം. ഏലക്ക കൂടെ ഇട്ട് അരയ്ക്കാം, പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് കുറച്ച് അരയ്ക്കുന്ന കൂട്ടത്തിലിട്ട് അരയ്ക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഗ്ലാസ്സൊക്കെ റെഡിയാക്കി വെക്കട്ടെ, ഒഴിച്ച് കുടിക്കാനുള്ള കാണിക്കാൻ. പാൽ സർബത്ത് റെഡിയായി കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു പാകം. ഇതിലിപ്പോൾ ഞാൻ വെള്ളം അതിനനുസരിച്ച് കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെ പാലും പിന്നെ ഏതാണ്ടൊരു വെള്ളം ഞാൻ വീണ്ടും ഒഴിച്ചു. ഏകദേശം ഒരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്തു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം അണ്ടിപ്പരിപ്പും ബദാമും ഇതിനെക്കാട്ടിലും കുറച്ച് ചേർക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 1/2 ലിറ്റർ പാലിന് അധികം വെള്ളം വേണ്ടി വരില്ല, ലൂസായിട്ട് തന്നെ ആയിരിക്കും. അതായത് ഒരു 5-6 അണ്ടിപ്പരിപ്പും ഒരു 5-6 ബദാമും മാത്രം. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ കൂടുതലല്ലേ. ചവരിയുടെ അളവിൻ്റെ കാര്യത്തിലൊന്നും വ്യത്യാസം വരുത്തുണ്ട്, 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്തോളൂ. പക്ഷേ ഇതെനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് നോക്കോളൂ, ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകും. കുടിക്കാൻ പറ്റുന്നൊരു പാകം, ഈ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഒരു അല്പം തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് റോസ് വാട്ടർ, നമ്മുടെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചാൽ പെർഫെക്റ്റ്, അതായിരിക്കും നല്ലത്. അല്പം തണുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. പിന്നെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ വിട്ടേക്കാം. അപ്പോൾ ഇതും നോമ്പ് തുറയ്ക്ക് പറ്റിയൊരു വിഭവമാണ്. ഇത് തണുപ്പിച്ച് കഴിച്ചാൽ അതിലും നല്ല സന്തോഷത്തോടുകൂടി കഴിക്കാം. അപ്പോൾ അതിപ്പോൾ വീട്ടിലെ വീട്ടമ്മമാർക്കൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി തണുക്കാനായിട്ട് രാവിലെ തന്നെ തയ്യാറാക്കാം, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. സമയമാകുമ്പോൾ പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഒരു 2-3 പാനീയങ്ങൾ ഉണ്ടാവില്ല എന്തായാലും. എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസുകൾ കാണും, പിന്നെന്താ സർബത്ത് കാണും, പല ടൈപ്പ് നാരങ്ങ ജ്യൂസ് കാണും. പിന്നെ ഇതും ഒരു സർബത്ത് കാറ്റഗറിയാണ്, പാൽ സർബത്ത്. ഇനി ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടർ, 1/4 ടീസ്പൂൺ, അത്രയും മതിയാവും. ഒരു ചെറിയൊരു ഫ്ലേവറിങ് സംഭവം, അത്രേ ഉള്ളൂ. കൂടുതലായാലും കൊള്ളില്ലല്ലോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അത് കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ സമയമാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് സമയമാകുമ്പോൾ പുറത്തേക്ക് എടുത്തിട്ട്
കുറച്ച് ഐസ് ക്യൂബ്സും കൂടി അങ്ങോട്ട് ഇടുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ധാരാളമായിട്ട് ഐസ് ക്യൂബും കൂടി ഇതിനകത്തേക്ക് ഇടാം. ഇതാണ് ഏറ്റവും നല്ല പരിപാടി. ധാരാളം ഐസ് ക്യൂബ്സ് ഇടാം. അപ്പോൾ നല്ല തണുത്ത പാലാണ്, ഫ്രിഡ്ജിലിരിക്കുവാണ് എങ്കിലും ഐസ് ക്യൂബ് ആ സമയത്ത് ഇടുമ്പോൾ കുറച്ചുകൂടി നല്ല ചിൽഡായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ അലിഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും അത് കുറച്ചുകൂടി ഡൈല്യൂട്ടഡ് ഫോം ആകും. നമുക്ക് എത്ര കുറച്ച് ലൂസായിട്ട് കഴിക്കുന്നില്ലേ നല്ലത്. അപ്പോൾ ഇനി ഐസ് ഇതിനകത്ത് കിടന്ന് അലിയും. ആഹാ, അപ്പോൾ എന്താ സുഖം കുടിക്കാൻ. നല്ല തണുത്തിരിക്കുന്ന പാൽ സർബത്ത്. അങ്ങനെ ഐസെല്ലാം ഇതിനകത്ത് കിടന്ന് അലിഞ്ഞ് ഇങ്ങനെ കുടിക്കാൻ സമയമാകുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഇനി ഗ്ലാസ്സിലേക്ക് പഴം ഇങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പാൽ സർബത്ത് കുടിക്കാൻ പോവാം. ഹാ, എന്താ ടേസ്റ്റ്. ഈ ഒരു തണുപ്പ് എന്താ ആശ്വാസം തോന്നുന്നു അറിയാം. ഒരുപാട് ഓവർ മധുരമൊന്നും അല്ലാണ്ട്, മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. പിന്നെ കൺസിസ്റ്റൻസി അതുപോലെയാണ്. ഇനി നമുക്ക് കുടിക്കാൻ പറ്റുന്ന കുറച്ച് ലൂസായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കുറച്ചൊരു തിക്നെസ്സിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഐസ് ക്യൂബ്സ് ധാരാളമായിട്ട് ഇടുമല്ലോ, അപ്പോൾ അത് കുറച്ചുകൂടി ലൂസാകും. ഇതൊരു കൂളിംഗ് അറിയാം. അപ്പോൾ വൈകുന്നേരം വരെ ജലപാനമില്ലാതെ ഇരുന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ കൂളിംഗ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ ടൈമാണ്, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പീരീഡ് നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഇത്തരം പാനീയങ്ങൾ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. വയറിന് നല്ലൊരു ബേസ് ഉണ്ടാകും ബാക്കി ഹെവി ആയിട്ടുള്ള ഭക്ഷണം പിന്നെ കഴിക്കുമ്പോഴും. അപ്പോൾ ഇത് ട്രൈ ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസത്തെ നോമ്പ് തുറയുടെ ഭാഗമായിട്ടുള്ള വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഈ പാനീയം കൂടി ഇൻക്ലൂഡ് ചെയ്യാം. എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്സും എനിക്ക് തരിക. അപ്പോൾ ഈ വിഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഐറ്റത്തിന് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെന്താ, നിങ്ങളുടെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇതിൻ്റെ ലിങ്ക്, ആൻഡ് കമൻറ്റ് ബോക്സിലൂടെ വരിക. ഓക്കെ. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ പറയുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. എന്നിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്നുള്ള ആ ഒരു ഓപ്ഷനും കൂടി കുത്തുക. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് വരും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 12:30 ആകുമ്പോൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ വന്ന് നോക്കിയാൽ മതി LN ബ്ലോഗ്സിലേക്ക്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വരിക. എന്തായാലും 12:30 പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.